Maharashtra presents Budget Analysis. Get Set Go in association with KLM Maxiva Finvest. നമസ്കാരം. മൈഫിൻ ടിവിയുടെ പോസ്റ്റ് ബജറ്റ് അനാലിസിസ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നലെ നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചിരുന്നു. മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റായിരുന്നു. ഏറെ പ്രതീക്ഷയോടെയാണ് നിക്ഷേപകരും ഒപ്പം തന്നെ അനലിസ്റ്റുമാരും ഈ ഒരു ബജറ്റിനെ കാത്തിരുന്നത്. ഇന്നലെ തന്നെ നമ്മൾ അതിൻ്റെ വിവിധ തലത്തിലുള്ള ഡിസ്കഷൻസ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ബജറ്റ് എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ഒരു സാധാരണ നിക്ഷേപകനെ അല്ലെങ്കിൽ സാധാരണ ട്രേഡറിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്ന ഡീറ്റെയിൽസുമായിട്ടാണ് ഈ പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അത്തരം ഡീറ്റെയിൽസ് പങ്കുവെക്കാനായി നമ്മളോടൊപ്പം ചേരുന്നത് പെൻഡാറ്റ് സെക്യൂരിറ്റീസിലെ പ്രൊഡക്റ്റ് മാനേജറും അതിനോടൊപ്പം തന്നെ 20 വർഷത്തിലധികമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പെർട്ടീസുമുള്ള ശ്രീ മഞ്ജേഷ് സാറാണ് ചേരുന്നത്. സർ, വെൽക്കം ടു ദി ഷോ. യെസ് സാർ, നമ്മളിപ്പം ബജറ്റിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ ഇന്നലെയായിരുന്നു ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ ഏറെ പ്രതീക്ഷയുടെ വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നൊരു ബജറ്റ് കൂടിയായിരുന്നു ഇന്നലെ അവതരിപ്പിച്ചതെന്ന്. എന്നാൽ അതിനുശേഷം ബജറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ പൊതുവേ നോക്കുകയാണെങ്കിൽ അനലിസ്റ്റുമാർ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ സാധാരണക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത്ര ഒരു ആശ്വാസകരമായിട്ടൊരു ബജറ്റ് അല്ല അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. താങ്കൾ ഒരു അനലിസ്റ്റ് എന്ന പോയിന്റ് ഓഫ് വ്യൂ താങ്കൾ എങ്ങനെയാണ് ബജറ്റിനെ വിലയിരുത്തുന്നത്? ബഡ്ജറ്റിനെ സംബന്ധിച്ച് എന്തിനാണ് ഇത്രയധികം പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. എല്ലാവരും കരുതുന്നത് ഇപ്പോൾ RBI കൊടുത്ത ഡിവിഡൻഡൊക്കെ എടുത്ത് പല സെക്ടറുകളിലേക്ക് വീതിച്ചു കൊടുക്കുക, കുറച്ച് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എല്ലാവർക്കും പ്രയോജനപ്രദമായ രീതിയിൽ കിട്ടുക, അത്തരത്തിലുള്ള പ്രതീക്ഷകളാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ഒരിക്കലും ഒരു ബഡ്ജറ്റിനെ ഒരു ധനമന്ത്രി അല്ലെങ്കിൽ ഒരു സർക്കാർ നോക്കിക്കാണുന്നത് അങ്ങനെ ആയിരിക്കില്ല. അവർക്ക് മൊത്തത്തിലുള്ള പല ഘടകങ്ങളും അതിന് പരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ബഡ്ജറ്റിനെ പറ്റി പൊതുവായിട്ട് പറയുകയാണെങ്കിൽ വളരെ കൃത്യമായ രീതിയിൽ അവതരിപ്പിച്ച ഒരു ബഡ്ജറ്റാണ്. എൻ്റെ അഭിപ്രായത്തിൽ അതൊരു ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് വേണേൽ പറയാം. എങ്ങനെയാണ് ബാലൻസ്ഡ് ആയെന്ന് പലരും ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എക്കണോമിക്കലി പൊളിറ്റിക്കലി കൃത്യമായ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. പൊളിറ്റിക്കലി എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, BJPയുടെ തന്നെ ഒരു ബഡ്ജറ്റല്ല ഇത്. ഇപ്രാവശ്യം അവതരിക്കപ്പെട്ടത് നിതീഷിൻ്റെയും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവിൻ്റെയും കൂടെ ഉള്ള ഒരു ബഡ്ജറ്റാണ്. അപ്പോൾ അതിൻ്റെ പ്രതിഫലനം തീർച്ചയായിട്ടും നമുക്ക് ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. ഇനി രണ്ടാമത് എക്കണോമിക്കലി എങ്ങനെയാണ് ബാലൻസ്ഡ് ആയെന്ന് വെച്ചാൽ, നമ്മൾ കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് എക്കണോമിക് സ്ഥിരതയെ അത് ബാധിക്കും. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ റേറ്റിംഗ് ഏജൻസി, ഇന്ത്യക്ക് പുറത്തുള്ള പല റേറ്റിംഗ് ഏജൻസികളും നമ്മളെ ഒരിക്കലും റേറ്റിംഗ് താഴ്ത്തി കെട്ടാത്ത രീതിയിൽ, താഴ്ത്തി അനൗൺസ് ചെയ്യാത്ത രീതിയിൽ വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നിലവിലുള്ള സാമ്പത്തിക സ്ഥിരതയ്ക്ക് അനുയോജ്യമായ രീതിയിലാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ടാക്റ്റിക്കലായിട്ട് അവതരിപ്പിച്ച, കൃത്യമായ കാൽക്കുലേഷനോടുകൂടി അവതരിപ്പിച്ച ഒരു ബഡ്ജറ്റാണ്. അപ്പോൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ ഈ ടാക്സ് കൂട്ടി എന്നുള്ള ഒരു ഇത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ബഡ്ജറ്റ് അത്യാവശ്യം ഇന്ത്യയുടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ അവതരിപ്പിച്ച ബഡ്ജറ്റാണെന്ന് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. യെസ് സാർ, അതിനോടൊപ്പം തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇന്നലത്തെ ഒരു ബജറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ നിർമ്മലാ സീതാരാമൻ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇൻ്ററിം ബഡ്ജറ്റിൻ്റെ ഒരു എക്സ്പാൻഡഡ് ഫോം ആയിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഇൻ്ററിം ബഡ്ജറ്റിൽ നിന്ന് വലിയ തോതിലുള്ള അലൊക്കേഷൻസിൽ വലിയ കാര്യമായ തോതിലുള്ള ഡിഫറൻസുകളൊന്നും തന്നെ വരുത്താതെ, ഇപ്പോൾ സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള, ഇപ്പം പൊളിറ്റിക്കലി ആണെങ്കിലും എക്കണോമിക്കലി ആണെങ്കിലും വളരെ ബാലൻസ്ഡ് ആയിട്ടൊരു ബഡ്ജറ്റ് തന്നെയാണ് നിർമ്മലാ സീതാരാമൻ ഇന്നലെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ നോക്കുമ്പോൾ 9 പ്രയോറിറ്റി സെക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ആദ്യം പറഞ്ഞിരിക്കുന്നത് അഗ്രികൾച്ചർ അഥവാ കാർഷിക മേഖല തന്നെയാണ്. ഇന്ത്യ ബേസിക്കലി ഒരു അഗ്രേറിയൻ ഇക്കോണമി തന്നെയാണ്. ഇപ്പം കാർഷിക മേഖലയ്ക്കായിട്ട് ഇന്നലെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം 1.52 ലക്ഷം കോടി രൂപയാണ്. എന്നാൽ റീസെൻ്റ് ആയിട്ട് വന്ന ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ കാർഷിക മേഖലയുടെ വളർച്ച എന്ന് പറയുന്നത് 7 വർഷത്തെ ഒരു താഴ്ന്ന നിലയിലാണ്. പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ ഈ 1.52 ലക്ഷം കോടി രൂപ മാത്രം മതിയാകും ഈ ഒരു ഇക്കോണമിയുടെ അല്ലെങ്കിൽ ഈ ഒരു അഗ്രേറിയൻ എക്കോണമിയുടെ റിവൈവൽ. ഈ ഒരു അലോക്കേഷൻ കൃത്യമാണോ? തീർച്ചയായിട്ടും അല്ലെന്ന് പറയേണ്ടി വരും. ഇന്ത്യയുടെ നട്ടൽ തന്നെയാണ് അഗ്രികൾച്ചർ സെക്ടർ. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ പല രീതിയിൽ പല ആംഗിളിൽ ഇതിനെ നോക്കി കാണേണ്ടതുണ്ട്. പിന്നെ വ്യക്തിപരമായ അത്തരത്തിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ ഇന്ത്യയിൽ കൂടുതലുള്ളത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു രീതി മാറി അമേരിക്കയിലൊക്കെ ചെയ്യുന്ന പോലെ ഒരു പ്ലാന്റർമാർ, അതൊരു കൃത്യമായൊരു ബിസിനസ് എന്നുള്ള രീതിയിൽ, അതുപോലെ ഈ കൃഷിയിൽ നിന്ന് ബൈ പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാക്കി അതൊരു കൃഷി വ്യവസായവുമായിട്ട് വളരെ കമ്പൈൻഡ് ആയിട്ടുള്ള രീതിയിൽ നടന്നെങ്കിലേ ഇത്രയും പോപ്പുലേഷനുള്ള ആൾക്കാർ
ആൾക്കാർക്ക് എല്ലാവർക്കും തികത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ സാർ ഇപ്പം നേരത്തെ നമ്മൾ സാർ പറഞ്ഞതുപോലെ തന്നെ ഒരു 68% ആളുകളും അബ്സോർബ് ചെയ്യുന്നൊരു മേഖലയാണ് കൃഷി എന്ന് പറയുന്നത്. അതിന് ഇപ്പോഴും പക്ഷേ അതിൻ്റെ ഒരു ടെക്നിക്കൽ വൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും വളരെ പ്രൈമറി മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പോഴും പ്രൊഡക്ഷൻ നടത്തി വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം സാർ സൂചിപ്പിച്ചതുപോലെ ഈ അലോക്കേഷൻ കൊണ്ട് മാത്രം അതിനെ ഒരു ക്യാപിറ്റൽ ബേസിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിൽ ചെയ്യണമെങ്കിൽ അതിന് കൃത്യമായ ആസൂത്രണം വേണം. നമ്മൾ ഈ 1.52 lakhs എന്നൊക്കെ അവതരിപ്പിക്കുമ്പോഴും കേൾക്കാനും ഒക്കെ നല്ല സുഖമുണ്ട്. ഈ എമൗണ്ട് എത്രത്തോളം കർഷകരുടെ കയ്യിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ അത് മെക്കനൈസ് ചെയ്യാൻ എന്തുമാത്രം അനുവദിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ഫെർട്ടിലൈസർ അതുപോലുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് കൃഷി, നമ്മൾ പലപ്പോഴും ആയുധങ്ങളുടെ കാര്യത്തിൽ ഇസ്രായേലിനെ പറ്റി പറയാറുണ്ട്. ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾ, ആ ചെറിയ ഒരു രാജ്യത്തിന് എന്തുമാത്രം നല്ല രീതിയിൽ എത്ര സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കൃഷി ചെയ്താലേ ചെയ്യാവുള്ളൂ, അവിടെയുള്ള ആൾക്കാർക്കെല്ലാം അത് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ചെയ്യാവുള്ളൂ നമുക്ക് അറിയാവുന്നതാണ്. അത്തരത്തിൽ ഉള്ളൊരു കൃഷി രീതി ഇന്ത്യയിൽ വന്നെങ്കിൽ മാത്രമേ ഫ്യൂച്ചറിലേക്ക് നമുക്കത് പ്രയോജനപ്പെടുകയുള്ളൂ. അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഈ 1.52 lakhs crore ഒന്നും പോരാതെ വരും. പക്ഷേ ഗവൺമെൻറ്റിന് പല കാര്യങ്ങളിൽ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു കർഷക സമരമൊക്കെ വന്ന് ഇവരുടെയൊക്കെ എതിർപ്പ് നേരിട്ടത് കൊണ്ടാവാം ഇത്രയും അനുവദിച്ചത്. തീർച്ചയായിട്ടും കൂടുതൽ എമൗണ്ട് അനുവദിക്കേണ്ടതാണ്. കൃഷി തന്നെയാണ് നട്ടല്. അത് തന്നെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ പുരോഗതിയിലേക്ക് എത്താൻ കഴിയുള്ളൂ. സർവ്വതോന്മുഖമായൊരു പുരോഗതിക്കും agriculture sector ഒരു നല്ല രീതിയിലുള്ള allocation വരേണ്ടതാണ്. Why look for rented homes when you can own one? Bank of Maharashtra brings you Maha Super Home Loan, where you get a higher loan amount with low EMI for the attractive interest rate with long repayment period. Now you too can own your dream home. Just visit bankofmaharashtra.in today and make it happen. Bank of Maharashtra. एक परिवार, एक बैंक. സാർ ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ 1.52 lakh crore എന്ന് പറഞ്ഞാൽ ഒട്ടും അത്രയും ഒരു എന്താണ് എക്സ്പെക്ട് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ വളർച്ചയ്ക്ക് ആനുപാതികമായിട്ടുള്ളൊരു അലൊക്കേഷൻ അല്ല എന്ന്. പക്ഷേ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ കാർഷിക മേഖലയ്ക്ക് ഒരു വലിയൊരു പുഷ് വന്നത് ഏറ്റവും കൂടുതൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ആയിരിക്കുന്നത് FMCG കമ്പനികൾ. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കമ്പനിയുടെ ഒരു ക്വാർട്ടർലി റിസൾട്ടൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ റൂറൽ ഡിമാൻഡ് കുറയുന്നത് തന്നെയായിരുന്നു അവർ ഏറ്റവും അധികം വലിയ തോതിൽ അവരുടെ ബാലൻസ് ഷീറ്റിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് പരിശോധിക്കുകയാണെങ്കിൽ FMCG സെഗ്മെന്റ് മാത്രമാണ് പോസ്റ്റ് ബജറ്റിന് ശേഷവും മികച്ച ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. FMCG സെഗ്മെന്റിന്റെ ഒരു വലിയ മാർക്കറ്റ് എന്ന നിലയിൽ കാർഷിക മേഖലയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻസ് ഈ കമ്പനികൾക്കുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ FMCG കമ്പനികളെ പറ്റിയുള്ള സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? ഈ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റഡ് സ്പേസിൽ താങ്കളുടെ ഫോക്കസ് ഉള്ള ഓഹരികൾ ഏതൊക്കെയാണ്? FMCG സെക്ടർ ഫണ്ടമെൻ്റലി മാത്രമല്ല ടെക്നിക്കലി ഒരു ബ്രേക്കൗട്ട് രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് ഒരു ഘടകം. അതുകൂടാതെ തന്നെ റൂറൽ ഏരിയയിലേക്ക് കൂടുതൽ പണം വരുന്നത് തീർച്ചയായിട്ടും FMCG കമ്പനികളെ വളരെയധികം സഹായിക്കും. ഈ സ്പേസിൽ നമുക്ക് നെസ്ലെ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, അദാനി വിൽമാർ, അതുപോലെ ITC ഇത്തരത്തിലുള്ള കമ്പനികളെല്ലാം നമുക്ക് പരിഗണിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും FMCG സെക്ടർ ഒരു ബുള്ളിഷായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഈ അലോക്കേഷനെല്ലാം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നതും പ്രധാനപ്പെട്ട സെക്ടർ FMCG തന്നെയാണ്. യെസ് സർ. അതിനോടൊപ്പം തന്നെ ഇനി രണ്ടാമത്തെ ഒരു പ്രയോറിറ്റി സെഗ്മെൻ്റായിട്ട് നിർമ്മല സീതാരാമൻ ബജറ്റിൽ സൂചിപ്പിച്ചിട്ടുണ്ടായത് എംപ്ലോയ്മെൻറ്റ് ആൻഡ് സ്കില്ലിംഗ് എന്നൊരു സെഗ്മെൻ്റ് ആയിരുന്നു. കാരണം ഇപ്പം ലോകത്തിലെ ഏറ്റവും വലിയ പോപ്പുലേഷൻ ജനസംഖ്യയുള്ളൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് മാത്രമല്ല ഏറ്റവും അധികം പോപ്പുലേഷൻ ഡിവിഡൻഡ്, അതായത് വർക്കിംഗ് പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ ലോകത്തിലുള്ള ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. അത്തരത്തിൽ വരുമ്പോൾ ആ ഒരു മേഖലയ്ക്ക് സ്ട്രെസ്സ് കൊടുക്കേണ്ടത് ഏതൊരു സർക്കാരിൻ്റെയും ഉത്തരവാദിത്വമാണ്. അത് അതുപോലെ തന്നെ നടത്തിയിട്ടുമുണ്ട്. എന്നാൽ ഒരു റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റഡീസ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ പ്രത്യേകിച്ചും പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞിറങ്ങുന്ന പല വിദ്യാർത്ഥികളും അൺസ്കിൽഡ് അല്ല എന്നും അതിനോടൊപ്പം തന്നെ പഠിച്ചിറങ്ങുന്ന ജോലിക്ക് കയറുന്ന പലരും അണ്ടർപെയ്ഡ് ആണെന്ന് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള നടപടികൾ എത്രത്തോളം ഫീസിബിൾ ആണ്? ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണെങ്കിൽ EPF-ൽ അതായത് EPF-ൽ ജോയിൻ ചെയ്തിട്ടുള്ള ഫ്രഷറായിട്ടുള്ളവരുടെ സാലറി ആദ്യത്തെ സാലറി 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നൽകും എന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ലോങ് ടേമിലേക്ക് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള നടപടികൾ എത്രത്തോളം ഫീസിബിൾ ആണ്? തീർച്ചയായിട്ടും അത് കൂടേണ്ടത് തന്നെയാണ്. പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ രീതി കൊണ്ടായിരിക്കാം കൃത്യമായ ആൾക്കാരെ പലപ്പോഴും കോർപ്പറേറ്റ്സിന് അല്ലെങ്കിൽ കമ്പനികൾക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാനാണ് ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ഫണ്ട് കൊടുക്കുന്നത്. ഒരുപക്ഷെ ഇങ്ങനെ ഫണ്ട് കൊടുത്ത് അല്ലെങ്കിൽ PF അല്ലെങ്കിൽ EPF വഴിയൊക്കെ കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇവർക്ക് ആ നൽകുന്ന വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ ഇപ്പോൾ ഡിഗ്രി ഗ്രാജുവേഷൻ ആ സമയത്ത് തന്നെ ഇതുപോലെ ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നുള്ള രീതിയിൽ തന്നെ കൊടുക്കുന്നതാണ്
കുറച്ചുകൂടെ നല്ലത്. ഇനി ഇത്രയും പണം അനുവദിച്ചുകൊണ്ട് ഇതൊക്കെ എല്ലാവർക്കും കിട്ടുമോ എന്നുള്ളതൊക്കെ വളരെ സംശയകരമാണ്. ഇനിയിപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ ലോണിനൊക്കെ ചെല്ലുമ്പോൾ ഉള്ള പല പ്രായോഗിക ബുദ്ധിമുട്ടുകളും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇത് എത്രത്തോളം പ്രായോഗികമായി നടക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടത് തന്നെയാണ്. സാർ ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട് എഡ്യൂക്കേഷൻ ലോണിൻ്റെ കേസ്. അതിനെ സംബന്ധിച്ചും ബജറ്റിൽ പ്രഖ്യാപനമുണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 10 ലക്ഷം രൂപ വരെ എഡ്യൂക്കേഷൻ ലോണായിട്ട് നൽകുമെന്ന്. ഒരു ബാങ്കിനെ സംബന്ധിച്ചിട്ട് എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറയുന്നത് അത്ര പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു വായ്പയല്ല. അപ്പം സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു വായ്പ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അൺസ്കിൽഡ് ആണ്, അണ്ടർ പെയ്ഡ് ആയിട്ട് വരുമ്പോൾ ബാങ്കിൻ്റെ സംബന്ധിച്ചോളം ആ ഒരു അസറ്റ് ഒരു NPA ആയി മാറാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ബാങ്കിൻ്റെ ഒരു ഇന്ത്യൻ ബാങ്കുകളുടെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി അത് നെഗറ്റീവായിട്ട് ബാധിക്കില്ലേ? നമുക്ക് ഇത് കേൾക്കുമ്പം അങ്ങനെ ബാധിക്കുമെന്ന് ഒറ്റയടിക്ക് പറയാമെങ്കിൽ പോലും സാധാരണഗതിയിൽ എഡ്യൂക്കേഷൻ ലോണിന് ചെല്ലുമ്പോൾ അറിയാം വിവരം. സാധാരണ ബാങ്കുകളാരും അങ്ങനെ എഡ്യൂക്കേഷൻ ലോൺ ഇപ്പം അധികം പ്രൊമോട്ട് ചെയ്യാറില്ല. ഇപ്പം നാട്ടിൻപുറത്ത് ചിലപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കുകളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ആൾക്കാർ പലരും തിരിച്ചടയ്ക്കാറില്ല, അത് എഴുതിത്തള്ളും എന്നുള്ളൊരു രീതിയിലിരിക്കുകയാണ്. ഇനി SBI അതുപോലെ തന്നെയുള്ള ബാങ്കുകൾ കൊടുക്കണമെങ്കിൽ പകരം കോഴ്സ് ഫീസിൻ്റെ 70% ഒരുപക്ഷെ കൊടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ വീട്ടിലെ ഏതെങ്കിലും മീൻസ് സ്ഥലത്തിൻ്റെയോ അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി കൊണ്ട് കൊടുത്താൽ അതിൻ്റെ 70% തരുള്ളൂ എന്നുള്ള നമുക്ക് പേഴ്സണലി എനിക്ക് തന്നെ അങ്ങനെ അനുഭവമുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ ലോൺ കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ബാങ്കുകൾ ഒരു മുൻകരുതൽ എടുക്കുന്നതുകൊണ്ട് ഈ NBA പറ്റി അത്ര അധികം ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാവുന്നത്. സാർ, നമ്മൾ കൃഷിയിലേക്ക് തന്നെ തിരികെ വരികയാണ്. കൃഷിയിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇന്നലത്തെ ഒരു പ്രധാന പ്രഖ്യാപനം എന്ന് പറയുന്നത് ഏകദേശം ഒരു 150ഓളം ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്സ് റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന അഗ്രോ പ്രോസസ്സിംഗ് അതിനോടൊപ്പം തന്നെ അഗ്രിടെക് കമ്പനികളുടെയൊക്കെ വലിയ തോതിലൊരു വളർച്ചാ സാധ്യതയാണ് മുന്നിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ പറ്റിയുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഈ ഒരു സെഗ്മെൻറ്റിൽ താങ്കളുടെ ഫോക്കസിൽ ഏതെങ്കിലും ഓഹരികളുണ്ടോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പ്രഖ്യാപനം നടന്നതിന് ശേഷം വന്ന കമ്പനികളുടെ ചില പെർഫോമൻസ്, ഈ ഫുഡ് റിലേറ്റഡ് കമ്പനി, അതുപോലെ അഗ്രി റിലേറ്റഡ് ഈ സീഡ്, മംഗളം സീഡ്, അതുപോലെ തന്നെ അവന്തി സീഡ്സ്, അത്തരത്തിലുള്ള ആ കമ്പനികളെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ഇപ്പോൾ കാർഷിക മേഖലയിലുള്ള ഗവേഷണത്തിനും മറ്റുള്ള അനുബന്ധ ഘടകങ്ങൾക്കും ഇതുപോലെ പുതിയ ക്രോപ്പുകൾ കണ്ടെത്തുന്നതിനുമൊക്കെ ഒരുപാട് ഫണ്ട് നൽകുന്നുണ്ട്. ഇത് കൃത്യമായി അലോക്കേറ്റ് ചെയ്ത് ഇത് പ്രൊഡക്റ്റീവായിട്ട് വെളിയിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കമ്പനികൾക്ക് വളരെയധികം ഗുണം ചെയ്യും. ഞാൻ ഈ സാധാരണഗതിയിൽ ഇങ്ങനൊരു അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷം മാർക്കറ്റിലെ ഒരു മൂവ്മെൻറ്റ് മാത്രമല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. ഇത്തരം ഒരു പ്രഖ്യാപനം നടന്ന് ഇത് പ്രായോഗികമായിട്ട് നടപ്പിലാക്കിയതിന് ശേഷം പിന്നെ ആ കമ്പനിയുടെ ഗ്രോത്തും വരുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ ഒരു പെട്ടെന്നുണ്ടാകുന്നൊരു മൂവ്മെൻറ്റ് മാത്രമല്ല ഞാൻ പൊതുവെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ കൃത്യമായി ഇംപ്ലിമെൻറ്റ് ചെയ്തെടുത്താൽ ഇത്തരം കമ്പനികൾക്കൊക്കെ വളരെ നല്ല ഭാവി ഉണ്ടാവും. നല്ല രീതിയിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്നത്തെ പെർഫോമൻസ് ഒക്കെ നോക്കിയാൽ അറിയാം. ഇന്നത്തെ പെർഫോമൻസ് നോക്കിയാൽ മാത്രം അറിയാം ഏതൊക്കെ കമ്പനികൾക്ക് ഇത് ഗുണകരമാകുമെന്ന്. അപ്പോൾ അത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഇത് നടപ്പാകണമെന്ന് മാത്രം. യെസ്, മറ്റൊരു പ്രയോറിറ്റി സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് എന്നൊരു സെക്ടറായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ വൈഡായിട്ടുള്ള പല അനൗൺസ്മെൻറ്റ്സും വന്നിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ടുള്ള ഏകദേശം ഒരു 26,000 കോടി രൂപയുടെ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. ഒരു പർട്ടിക്കുലർ ബീഹാറിന് മാത്രമാണ് അത്തരത്തിലൊരു പദ്ധതി പ്രഖ്യാപിച്ചതെങ്കിൽ പോലും ഒരു സ്റ്റോക്ക് മാർക്കറ്റ് അനാലിസിലേക്ക് എത്തുമ്പോഴേക്കും ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് വലിയ തോതിലൊരു ബൂസ്റ്റിംഗ് അല്ല ഇത്തരത്തിലുള്ള പദ്ധതികൾ. അതിനെപ്പറ്റിയുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഇൻഫ്രാസ്ട്രക്ചർ എപ്പോഴും ഡെവലപ്പ് ചെയ്യേണ്ടത് നാടിൻ്റെ തന്നെ ഒരു ആവശ്യമാണ്. ഇപ്പോൾ പലപ്പോഴും ഇപ്പോഴുള്ള സർക്കാരിനെതിരെ തന്നെ പലപ്പോഴും ആരോപണം ഉണ്ടാക്കുന്നത് കുറേ പാലങ്ങളും റോഡുകളും പണിയുന്നതല്ലാതെ ആൾക്കാരുടെ കയ്യിലേക്ക് കാശ് വരുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. ശരിക്കും അത്തരത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് ഇതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് അത്തരത്തിലുള്ള വലിയ പ്രോജക്റ്റുകൾ നടക്കുമ്പോൾ മാത്രമാണ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഇത് സാധാരണഗതിയിൽ ഈ ഇൻഫ്ര നടക്കുന്നത് മുഴുവൻ റൂറൽ ഏരിയകളിലാണ് കൂടുതലും നടക്കേണ്ടത്. അത്തരത്തിൽ അവിടുത്തെ ഒരു സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിനും ഇത്തരം അലോക്കേഷനുകൾ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇൻഫ്ര ശക്തിപ്പെടേണ്ടതാണ്. നമുക്കറിയാം ഇന്ത്യയിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എല്ലായിടത്തും പാലങ്ങളും റോഡുകളും അതുപോലുള്ള ഒരുപാട് കോറിഡോറുകളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരേണ്ടതാണ്. ഇത് വളരെയധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമാകുകയും ചെയ്യും.
യെസ്, ഇൻഫ്രാ മേഖലയിൽ താങ്കളുടെ ഫോക്കസിലുള്ള ഏതെങ്കിലും സ്റ്റോക്സ് ഉണ്ടോ? PNC, ഇൻഫ്രാടെക്, അതുപോലെ L&T, അത്തരം കമ്പനികളൊക്കെ നമുക്ക് ഇതിനകത്ത് പരിഗണിക്കാവുന്നതാണ്. ഒരുപാട് ഉണ്ട്, NCC, അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. അത്തരം ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളല്ല. ഈ ഇൻഫ്രാ കമ്പനികൾ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു കാര്യം നോക്കണം, ഇത് കടമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം നോക്കണം. ഒരു കമ്പനിയുടെ പേര് കേട്ടുകൊണ്ട് നമ്മൾ എടുക്കരുത്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റൊക്കെ കൃത്യമായിട്ട് പഠിച്ച് കടമുണ്ടോ അത്തരമുള്ള ഫണ്ടമെൻ്റൽസോടെ നമ്മൾ പരിഗണിച്ചതിന് ശേഷം മാത്രമേ ഇത്തരം കമ്പനികൾ നമ്മൾ എടുക്കാവുള്ളൂ. തീർച്ചയായിട്ടും ശോഭനമായ ഭാവിയുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ. ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് വലിയ ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് കടം കൂടാനുള്ള സാധ്യതയുണ്ട്. ഇനി ആ സമയത്ത് എക്കണോമിക്കലി എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം വന്നാൽ വീണ്ടും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഇത്ര ഇൻഫ്രാ കമ്പനികൾ നമുക്ക് പേടിയുണ്ടെങ്കിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികൾ പരിഗണിക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സിമൻറ്റ് കമ്പനികൾ, അതുപോലെ സെറാമിക്സ്, കാജറിയ സെറാമിക്സ് പോലുള്ള കമ്പനികൾ, അനുബന്ധ ഘടകങ്ങൾ, അതായത് ഒരു കെട്ടിട നിർമ്മാണം അല്ലെങ്കിൽ പാലം നിർമ്മാണം, സ്റ്റീൽ സെക്ടർ, ഇത്തരമുള്ള അനുബന്ധമായ കമ്പനികളിലൂടെ നമ്മൾ പരിഗണിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ആ മേഖലയിൽ നമുക്ക് കടം കുറഞ്ഞ കമ്പനികളൊക്കെ ഒരുപാട് കിട്ടും. അപ്പോൾ അത്തരം കമ്പനികളിലൂടെ നമുക്കിത് ഈ കൂടുതൽ പരിഗണിക്കാൻ പറ്റും. സാർ ഇപ്പം സൂചിപ്പിച്ചിരുന്നു സിമൻറ്റ് മേഖല. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സിമൻറ്റ് മേഖലയിൽ വലിയ തോതിലുള്ളൊരു പുഷ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രൈസ് വർദ്ധിക്കുന്നുണ്ട്, ക്രൂഡിൻ്റെ വിലക്കുറവാണ്. അത്തരത്തിലുള്ള ഒരു വളരെ പോസിറ്റീവായിട്ടൊരു സ്ട്രക്ചറിലാണ് ഈ സിമൻറ്റ് മേഖല നിൽക്കുന്നത്. സിമൻറ്റ് ഇൻഡസ്ട്രിയിലുള്ള താങ്കളുടെ ഒരു ഓവറോൾ വ്യൂ എന്താണ്? തീർച്ചയായിട്ടും അംബുജ സിമൻറ്റ്, ACC, അൾട്രാടെക് സിമൻറ്റ്, JK സിമൻറ്റ്, ഇങ്ങനെയുള്ള സിമൻറ്റ് സെക്ടറുകളെല്ലാം വളരെ ശോഭനമായ രീതിയിൽ ഭാവിയുണ്ട്. കാരണം ഇൻഫ്രയ്ക്ക് അത്രയധികം ഡെവലപ്മെൻറ്റ്സ് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ആന്ധ്രാപ്രദേശുമായി ബന്ധപ്പെട്ട ഒരുപാട് സിമൻറ്റ് കമ്പനികളുണ്ട്. അവിടെ നല്ല രീതിയിൽ അലോക്കേഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു സ്ട്രാറ്റജിക്കായിട്ട് അത്തരത്തിലുള്ള കമ്പനികളിലൂടെ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഒരുപാട് സിമൻറ്റ് കമ്പനികൾ അവിടെയുണ്ട്. അപ്പോൾ അത്തരം കമ്പനികളിലൂടെ ഞാൻ ഈ പറഞ്ഞ ഫണ്ടമെൻ്റൽ ക്രൈറ്റീരിയ കൂടെ നമ്മൾ പരിഗണിച്ചിട്ട് ഈ സിമൻറ്റ് കമ്പനികളെയും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. സാർ, അതിനോടൊപ്പം തന്നെ മറ്റൊരു സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പം ഒരു ഏറ്റവും അധികം അലോക്കേഷൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചൊരു സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ആൻഡ് സർവീസ് മേഖലയായിരുന്നു. ബഡ്ജറ്റിൽ ഉൾപ്പെട്ടൊരു പ്രയോറിറ്റി സെക്ടർ കൂടിയായിരുന്നു മാനുഫാക്ചറിങ് സർവീസ് മേഖല. കഴിഞ്ഞ തവണത്തേക്ക് ഒരു ബഡ്ജറ്റ് നോക്കുകയാൽ എടുത്തു പറയുന്നുണ്ടായിരുന്നു റെയിൽവേ, ഡിഫൻസ് അങ്ങനെ എടുത്തു പറയുന്നുണ്ട്. എന്നാൽ ഇത്തവണത്തേക്ക് എത്തുമ്പോഴേക്കും MSME കമ്പനികൾക്കാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് നൽകിയിരിക്കുന്നത്. MSME കമ്പനികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് അവർക്ക് ക്രെഡിറ്റ് ആക്സസ് കറക്റ്റായിട്ട് നൽകണം. ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷൻ ഇന്നത്തെ ഒരു വ്യാപാരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു. പലപ്പം നിഫ്റ്റി, സെൻസെക്സും അടക്കം ഇടിവിൽ പോയപ്പോൾ പോലും, ബെഞ്ച് മാർക്ക് സൂചികൾ ഇടിവിൽ പോയപ്പോൾ പോലും സ്മോൾ ക്യാപ്, മിഡ് ക്യാപ് സൂചികളിലൊക്കെ ഒരു പോസിറ്റീവ് മൊമെൻറ്റമാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു ബുൾ റാലിയാണോ ഈ ഇൻഡെക്സുകളിലൊക്കെ കാണാൻ സാധിക്കുന്നത്? ഒപ്പം തന്നെ ഒരു ഷോർട്ട് ടു ലോങ് ടേമിലേക്കുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? പ്രധാനമായിട്ടും ഇതൊരു ഒരു 12 മാസത്തേക്കുള്ള ഒരു ബഡ്ജറ്റല്ല. ഓൾറെഡി നമ്മൾ 3 മാസം കഴിഞ്ഞു. ഇൻട്രീം ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ഏകദേശം ഒരുമാതിരി അലോക്കേഷനുകളൊക്കെ അന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞു പൊളിറ്റിക്കലി, എക്കണോമിക്കലി അങ്ങനെ പല ബാലൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ സർക്കാരിന് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ച് ഇനി വരുന്ന ഒരു 9 മാസത്തേക്കുള്ള രീതിയിലുള്ളൊരു ബഡ്ജറ്റാണ്. അപ്പോൾ ഓൾറെഡി മെയിൻ സെക്ടറുകളിലേക്കുള്ള അലോക്കേഷനൊക്കെ പറഞ്ഞു വെച്ച് കഴിഞ്ഞു. അതായത് ഡിഫൻസ്, റെയിൽവേ, അത്തരത്തിലുള്ള അലോക്കേഷൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതിനനുസരിച്ച് ആ സ്റ്റോക്കുകളൊക്കെ പെർഫോം ചെയ്തും കഴിഞ്ഞു. ഇനി കുറച്ചുകൂടെ അലോക്കേറ്റ് ചെയ്യാനുള്ളത് ഈ MSME സെഗ്മെൻറ്റാണ്. ഈ അഗ്രികൾച്ചറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ MSME സെഗ്മെൻറ്റുകളും ഇതുപോലെ തന്നെ ബൂസ്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ചെറുകിട വ്യവസായം ആണ് നമ്മുടെ ഈ കൃഷി പോലെ തന്നെ മറ്റൊരു ബാക്ക് ബോണായിട്ട് പ്രവർത്തിക്കുന്നത്. അതാണ്. അപ്പോൾ MSMEയെ തീർച്ചയായിട്ടും നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ആ ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിലായിരിക്കാം, അവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു രീതിയിലായിരിക്കാം ഈ MSME സെഗ്മെൻറ്റുകളിൽ കൂടുതൽ സപ്പോർട്ട് നൽകുന്നത്. ഇനി ഇത് MSME എടുത്തുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിന് അത് എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലോൺ കൊടുക്കുന്ന ബാങ്കുകൾ, അത്തരത്തിലുള്ള കമ്പനി ഇതിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ MSMEക്ക് ലോണൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അതേപോലെ കൊടുക്കുമോ എന്നുള്ള കാര്യം പ്രായോഗികമായിട്ട് ആ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. ബാങ്കുകൾ എത്ര പ്രാവശ്യം നമ്മളെ ഇട്ട് നടത്തിക്കും. ഇനി അതിന് പ്രോജക്റ്റ് എല്ലാം ശരിയാണ് പോലും മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഇതൊക്കെ നിരസിക്കാനാണ് കൂടുതൽ സാധ്യത. പക്ഷേ അതിനെയൊക്കെ ഓവർകം ചെയ്യത്തക്ക രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്ന കമ്പനി MSME സെഗ്മെൻറ്റുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച് വന്നാൽ തീർച്ചയായിട്ടും അഗ്രികൾച്ചർ പോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെഗ്മെൻറ്റാണ് MSME. അത് തീർച്ചയായിട്ടും നമ്മളിവിടെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്.
സാർ ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ബാങ്കുകളുമായി ബന്ധപ്പെട്ടിട്ട് എത്രത്തോളം ഇപ്പം ബാങ്കുകൾ പറയാൻ ഗ്രാമീണ മേഖല ഏറ്റവും അധികം ഒരു വൈഡ് നെറ്റ്വർക്ക് ഉള്ളത് സ്മോൾ ഫിനാൻസ് ബാങ്കുകളാണ്. പ്രത്യേകിച്ചും 2014 ശേഷം ഏകദേശം 14ഓളം ബാങ്കുകൾക്കാണ് ലൈസൻസ് കിട്ടിയിരിക്കുന്നത്. ഇന്നത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു വലിയ ഇടിവ് രേഖപ്പെടുത്തിയപ്പോഴും പോലും ഈ SFBകളിൽ വലിയൊരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത്. ഈ ഒരു കമ്പനികളെ പറ്റിയുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? തീർച്ചയായിട്ടും അത്തരം ഒരു പ്രതീക്ഷയായിരിക്കാം എല്ലാവർക്കും ഉള്ളത്. ഈ ബാങ്കിനെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമുണ്ട്. നമ്മളിപ്പം റിസൾട്ടൊക്കെ വരുമ്പോൾ ബാലൻസ് ഷീറ്റൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ബാങ്കിൽ ഈ ഡെപ്പോസിറ്റ് കുറയുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അത് ഒരുപക്ഷെ നമ്മൾ ബോണ്ട് മാർക്കറ്റിലൊക്കെ ബോണ്ടുകളൊക്കെ സമാഹരിക്കുന്ന വഴി നമുക്കിതൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കപ്പെടാൻ പറ്റുമെങ്കിൽ പോലും ഡെപ്പോസിറ്റ് കുറയുന്നത്, ഈ ഡെപ്പോസിറ്റ് വരുന്നത് കൂടുതലും ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്കാണ് എന്നാണ് പറയുന്നത്. അതായത് വീട്ടിലേക്ക് കിട്ടേണ്ട കാശ് എന്ന് നിർമ്മലാ സീതാരാമൻ തന്നെ പറയുന്നുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്ന് സ്പെക്കുലേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് അവർ തന്നെ അവരുടെ കണക്കുകൾ ഉദ്ധരിച്ച് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അതാണ് മെയിൻ ബാങ്കുകളിലൊക്കെ നേരിടുന്ന ഒരു പ്രശ്നം. അതേസമയം സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ ഈ നാട്ടിൻപുറത്തുള്ള ചെറിയ ചെറിയ ബിസിനസ്സുകൾക്ക് കൂടുതൽ സഹായം നൽകുന്നത് കൊണ്ടാണ് അവിടെ അത്യാവശ്യം ഗ്രോത്ത് ഉണ്ടാവുന്നത്. ഇനി മറ്റൊരു ആംഗിളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നമ്മൾ നാഷണലൈസ്ഡ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബാങ്കുകൾ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് നമ്മൾ ഈ സ്മോൾ ഫിനാൻസ് ബാങ്കിൽ കൊടുക്കണം. അപ്പോൾ ലോൺ എടുക്കാനൊക്കെ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് കിട്ടുന്നത് ഈ സ്മോൾ ഫിനാൻസ് ബാങ്കുകളിലാണ്, മറ്റുള്ള ബാങ്കുകളെ അപേക്ഷിച്ച് പല ഘടകങ്ങളും നോക്കി. അതുകൊണ്ട് ഒരു എഡ്ജ് കൂടുതലുണ്ട് ഈ സ്മോൾ ഫിനാൻസ് ബാങ്ക്. പക്ഷേ എടുക്കുന്ന ആളെ സംബന്ധിച്ച് 0.5% തൊട്ട് 1.5% വരെ ഇൻട്രസ്റ്റ് കൂടുതൽ കൊടുക്കണം എന്നുള്ള ഒരു പ്രശ്നവും അവിടെയുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ഒരു ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് സ്മോൾ ഫിനാൻസ് ബാങ്കിന് ഒരു ശോഭനമായ ഒരു ഭാവി തന്നെയുണ്ട്. അവരാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരം ചെറിയ ചെറിയ ബിസിനസ്സുകൾക്ക് കൂടുതൽ സഹായം നൽകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും സ്മോൾ ഫിനാൻസ് ബാങ്കുകളെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ NBA പോലുള്ള ഘടകങ്ങൾ, നോൺ പെർഫോമിംഗ് അസറ്റ് പോലുള്ള ഘടകങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പരിഗണിക്കണമെന്ന് മാത്രം. സർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോൾ താങ്കളുടെ ഫോക്കസിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഓഹരികളുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇസാഫ്, ഉജ്ജീവൻ, സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഇത്തരം ബാങ്കുകളൊക്കെ നമുക്ക് പരിഗണിക്കാം. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ പോലും നിങ്ങളതിൻ്റെ ഫണ്ടമെൻ്റൽസോടെ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം. നമുക്ക് ഒരു സ്റ്റോക്കുകളെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് ഇപ്പോൾ ഓരോ സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. പക്ഷേ ഇത് നമുക്ക് എപ്പോൾ വാങ്ങണം, ഏത് സമയത്ത് കൃത്യമായിട്ട് എൻട്രി, എക്സിറ്റ്, അതുപോലെ കമ്പനിയുടെ വാല്യുവേഷൻ ഒക്കെ നമ്മൾ കൂടുതലായിട്ട് പരിഗണിച്ചിട്ട് വേണം ചെയ്യാൻ. യെസ് സർ. അതിനോടൊപ്പം തന്നെ MSMEകളുടെ കാര്യം പറയുന്നതിനോടൊപ്പം തന്നെ ഇന്നലത്തെ ബജറ്റിൽ പറഞ്ഞൊരു പ്രധാന ഒരു തീരുമാനമെന്ന് പറയുന്നത് അസസ് ചെയ്യാൻ പൊതുമേഖലാ ബാങ്കുകൾ, അതായത് ഓരോ അവർ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് വാലിഡിറ്റി ചെയ്യണമല്ലോ, അസസ് ചെയ്യാൻ ഓരോ പൊതുമേഖലാ ഒരു ഇൻഹൗസ് സംവിധാനം, ഇൻഡിവിജ്വലായിട്ടൊരു സംവിധാനം ഉണ്ടാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു യൂണിഫോം, പൊതുവെ റിസ്ക് ആയിട്ടാണ് ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് നൽകുന്ന വായ്പകൾ കണക്കാക്കുന്നത്. ഒരു യൂണിഫോം ആയിട്ടുള്ളൊരു ക്രൈറ്റീരിയ ഇല്ലാതെ വരുമ്പോൾ ഇത്തരത്തിലുള്ളൊരു നടപടി എത്രത്തോളമായിരിക്കും പോസിറ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുക? ഇതൊരു പ്രഖ്യാപനമായിട്ട് മാത്രമാണ് ഞാൻ കരുതുന്നത്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ് വെച്ച് ഇത് പൂർണ്ണമായും നടപ്പാക്കുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. യെസ്. ഒപ്പം തന്നെ മറ്റൊരു സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഷിപ്പിംഗ് കമ്പനികളുടെ ഒരു വരുമാനം, അല്ലെങ്കിൽ ഷിപ്പിംഗ് കമ്പനികളുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനമായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിട്ട് വലിയ തോതിലൊരു വളർച്ചാ സാധ്യതയുള്ളൊരു മേഖലയാണ് തുറമുഖം അല്ലെങ്കിൽ ഷിപ്പിങ്ങുമായി ബന്ധപ്പെട്ടത്. ഒരു ലേറ്റസ്റ്റ് ഉദാഹരണം കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള മദർ ഷിപ്പ് ആങ്കർ ചെയ്യാൻ സാധിക്കുന്ന വിഴിഞ്ഞം പോർട്ട് തന്നെയാണ്. ഒരു ഷിപ്പ് അല്ലെങ്കിൽ ഒരു പോർട്ട് അവിടേക്ക് എത്തുമ്പോൾ വലിയ തോതിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും അവിടെ ഉണ്ടാകും. അത്തരത്തിൽ നോക്കുമ്പോൾ ഷിപ്പിംഗ് കമ്പനികളെ പറ്റിയുള്ള താങ്കളുടെ ഒരു ഓവറോൾ വ്യൂ എന്താണ്? ഏതെങ്കിലും ഓഹരികൾ താങ്കളുടെ ഫോക്കസിലുണ്ടോ? തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ വളരാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് ഷിപ്പിംഗ് ഇൻഡസ്ട്രി. നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്തുള്ള, അതായത് കൊച്ചിയിലുള്ള കൊച്ചിൻ ഷിപ്പ് യാർഡ്, അതുപോലെ ഗാർഡൻ റീച്ച്, അതുപോലെ മസ്ഡോൺ, സ്വാൻ എനർജി, അങ്ങനെ ഒരുപാട് കമ്പനികൾ ഇത് ഷിപ്പ് ഉണ്ടാക്കുന്ന കമ്പനികളാണ്. ഇനി ഇത് പൊളിക്കുന്ന കമ്പനികളും ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് എൻ്റെ പേര് ഇപ്പോൾ ഓർക്കുന്നില്ല, വളരെ ചെറിയ കമ്പനികളാണ്. ഇത്തരത്തിലുള്ള കമ്പനികൾ വരെ നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്. വളരെ വലിയ ഒരു സാധ്യത ഈ ഷിപ്പിംഗ് കമ്പനികളുടെ നിർമ്മാണത്തിലുണ്ട്. പ്രത്യേകിച്ചും മറ്റുള്ള, നമ്മൾ പലപ്പോഴും ഈ കൊച്ചിൻ ഷിപ്പ് യാർഡ് അമേരിക്കൻ ഷിപ്പുകളുടെ മെയിൻ്റനൻസിന് കരാറ് കിട്ടിയതായിട്ട് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മളെപ്പോലുള്ള മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്ന് പുറത്ത് മുകളിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു വരുന്നു. പക്ഷേ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇത്തരം ഷിപ്പുകൾ ഉണ്ടാക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനും, ഈ ഷിപ്പുകളുടെ ശവപ്പറമ്പെന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഗുജറാത്തിൽ, കൃത്യമായിട്ട് പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഇത് പൊളിക്കുന്നത് വരെ ബിസിനസ്സാണ് ഒരു ഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം വലിയൊരു സാധ്യതകളാണ് ഈ ക്രൂയിസ് ഷിപ്പുകളൊക്കെ നിർമ്മിക്കാനുള്ള ഒരു ഇതൊക്കെ ഈ ബഡ്ജറ്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഷിപ്പിംഗ് കമ്പനികൾ നമ്മൾ നോക്കി വെക്കേണ്ടതാണ്. ഇപ്പോൾ വാങ്ങണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വാല്യുവേഷനൊക്കെ ഹൈ ആണ്. അപ്പോൾ അടുത്ത ഒരു കറക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇത്തരം കമ്പനികളെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് നോക്കി വെക്കുക, നമുക്ക് അനുയോജ്യമായ സമയത്ത് വാങ്ങുക. Bank of
Maharashtra presents Budget Analysis Get Set Go in association with KLM Maxiva Finvest. Why just dream about a car when you can own one? Bank of Maharashtra brings you Maha Super Car Loan, where you get instant hassle-free loans at attractive interest rate. And all this with no prepayment penalty, no hidden charges. So don't wait. Apply for Maha Super Car Loan today and hit the road with confidence. Just visit bankofmaharashtra.in today and make it happen. Bank of Maharashtra. एक परिवार, एक बैंक.